Hi everyone, I'm Dr. Devika Jobi of Pankashiri Healthcare, Ayurmukha Trichological and Cosmetological Clinic. ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു വീഡിയോയുമായി വരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ റിലവൻ്റ് ആയിട്ട് ഉള്ളൊരു ടോപ്പിക്കാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് സംസാരിക്കാറുണ്ട്. കമ്പാരിറ്റീവ്ലി നമ്മളെ കഴിഞ്ഞ ജനറേഷനെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ജനറേഷൻ അതിനെപ്പറ്റി കൂടുതൽ അവെയർഡുമാണ്. പക്ഷേ എങ്കിലും പലപ്പോഴും അറിവിൻ്റെ കുറവ് കൊണ്ട് യഥാർത്ഥ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റാഴിക കൊണ്ട് തന്നെ നമ്മുടെ ഇടയിൽ കറക്റ്റ് ഡയഗ്നോസിസ് നടക്കാതെ അമ്മയുടെയും കുഞ്ഞിനെയും ജീവൻ്റെ തന്നെ ഭീഷണിയാവുന്ന ഒരു തരത്തിലേക്ക് ഈ രോഗാവസ്ഥ എത്തിച്ചേരാറുണ്ട്. അപ്പം ഇന്ന് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ബ്രീഫായിട്ടുള്ള വളരെ ചുരുക്കത്തിൽ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് തരാനായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പം പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ പോസ്റ്റ്പാർട്ടത്തെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പോസ്റ്റ്പാർട്ടം എന്ന് പറയുന്നത് പ്രസവശേഷമുള്ള കാലഘട്ടത്തെയാണ്. അതായത് കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ ഒരു വർഷത്തെ നമുക്ക് പോസ്റ്റ്പാർട്ടമായി കണക്കാക്കാം. അപ്പം പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്തുകൊണ്ട് വരുന്നു? ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ഹോർമോണൽ ചേഞ്ചസ് ആണ്. കാര്യം ഒരു പ്രഗ്നൻസി ടൈമിൽ തന്നെ അമ്മയുടെ ബോഡിയിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്നു. പ്രസവാനന്തര സമയത്ത് പെട്ടെന്ന് ഹൈ ആയി നിന്ന ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒക്കെ ഒറ്റയടിക്ക് ഡ്രോപ്പ് ചെയ്യും. പെട്ടെന്നുള്ള ഒരു ഡ്രോപ്പ് ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ ശരീരം അത് റെസ്പോണ്ട് ചെയ്യുന്നത് പലതരത്തിലായിരിക്കും. ആൻസൈറ്റി, അതായത് മെൻ്റലി ആൻഡ് ഫിസിക്കലി അമ്മയ്ക്ക് ഭയങ്കര ചേഞ്ചസ് ഉണ്ടാകും. ഫിസിക്കലിയും മെൻ്റലിയും ഈ ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അമ്മയുടെ ചുറ്റുമുള്ള പല കാര്യങ്ങളും മാറുകയാണ്. അതായത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് വരുന്നു. കുട്ടി പെട്ടെന്നുണ്ടാവുമ്പോഴുള്ള ഒരു ഫിനാൻഷ്യൽ സ്ട്രെസ് വരാം. സോഷ്യൽ സ്റ്റിഗ്മാസ്, അതേപോലെ നമ്മൾ പണ്ട് തൊട്ടേ ആചരിച്ച് വരുന്ന പല 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 പ്രസവാനന്തര ശുശ്രൂഷകൾ, ഭർത്താവിനെ അടുത്ത് നിന്ന് മാറ്റുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ അതേപോലെ കുട്ടീനെ പറ്റിയുള്ള കമൻറ്റിങ്, അങ്ങനെ ഒരുപാട് സോഷ്യൽ ഇഷ്യൂസ്. അതേപോലെ തന്നെ കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് ആദ്യത്തെ കുട്ടിയാകുമ്പോൾ പലർക്കും കുട്ടീനെ ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. ഈവൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനൊന്ന് ഹോൾഡ് ചെയ്യാൻ പോലും പറ്റണം എന്നില്ല. അപ്പം ഇതിൽ ഒരമ്മ കിടന്ന് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുകയാണ്. ഇത്രയും കാര്യങ്ങളും അലോങ് വിത്ത് ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്നിച്ചു വരുമ്പോൾ അമ്മ പതുക്കെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലേക്ക് പോവാം. ഇനി നമ്മൾ എല്ലാവരും ഇപ്പോൾ കൂടുതലും കേൾക്കാറുണ്ടല്ലേ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. എല്ലാവരിലും ഉണ്ടാകുന്നത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷനാണോ? എല്ലാവരിലും ഉണ്ടാകുന്നതിനെ നമുക്ക് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റില്ല. കാര്യം പോസ്റ്റ്പാർട്ടം ഡിപ്രഷന് പല സ്റ്റേജസ് ഉണ്ട്. അതായത് ആദ്യമേ പോസ്റ്റ്പാർട്ടം ബ്ലൂസ്, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ആൻഡ് ദെൻ കംസ് പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്. അപ്പോൾ പോസ്റ്റ്പാർട്ടം ബ്ലൂസ് ആണ് എല്ലാവരിലും കോമൺ ആയി കണ്ടുവരുന്ന കാര്യം. ഒരു 90% സ്ത്രീകളിലും പ്രസവശേഷം പോസ്റ്റ്പാർട്ടം ബ്ലൂസ് വരാറുണ്ട്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ഈ കാരണങ്ങൾ ഒക്കെ കണ്ട് അമ്മ ഭയങ്കരമായി സ്ട്രെസ് ഒരു കണ്ടീഷനിലേക്ക് പോകും. ചിലപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് ഇല്ലായിരിക്കും, ഫോർമുല ഫീഡ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ചിലപ്പം ഫിസിക്കലി അമ്മയ്ക്ക് ഒട്ടും വയ്യാത്തൊരു കണ്ടീഷനായിരിക്കും, കുട്ടി ഉറങ്ങുന്നുണ്ടാവില്ല. അപ്പോൾ സ്ലീപ്ലെസ് ആയിട്ടുള്ള കുറേ സ്ട്രഗിൾഡ് നൈറ്റ്സ്, രാത്രികളിൽ മൊത്തം കിടന്ന് അമ്മ ബുദ്ധിമുട്ടുന്നു, പകൽ ഉറങ്ങാൻ പറ്റണില്ല. അപ്പം തന്നെ ഒരു സാധാരണ മനുഷ്യന് ഉറക്കക്കുറവിൽ കൊണ്ട് തന്നെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഊഹിക്കാം. അപ്പോൾ ഈ ഒരു സ്ത്രീ ഒരു പുതിയ സാഹചര്യവുമായി അഡാപ്റ്റ് ചെയ്യാനായിട്ട് എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് നമുക്ക് ഒന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. അത് മൂഡ് സ്വിങ്സ് ആയിട്ടും കുട്ടീനെ കെയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലും വളരെ സാഡായിട്ട് ആരോട് സംസാരിക്കാത്ത രീതിയിലൊക്കെ അമ്മ ബിഹേവ് ചെയ്യുക. ചിലപ്പോൾ കുട്ടിയുടെ കാര്യം തീരെ ശ്രദ്ധിക്കാതെ മാറിയിരിക്കുക, അങ്ങനെയുള്ള രീതികൾ. പിന്നെ എന്ത് പറഞ്ഞാലും കരയുക. ഇതൊക്കെ ഈ കാര്യങ്ങളിലൂടെ വരുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പം നമ്മൾ പലരും പറയുന്ന ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ശരിക്കും പോസ്റ്റ്പാർട്ടം ബ്ലൂസ് ആണ്. അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും കുട്ടി ഉണ്ടായി കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ പോസ്റ്റ്പാർട്ടം ബ്ലൂസ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ വിത്തിൻ എ ഫ്യൂ വീക്സ് നമ്മളത് ഓക്കെ ആകും. നമ്മളത് കോപ്പറേറ്റ് ചെയ്ത് ആ ഒരു ഫ്ലോയിൽ, ആ ട്രാക്കിലേക്ക് വന്നു കുട്ടീനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ അഡാപ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ പതുക്കെ ഈ ഒരു ഫ്രസ്ട്രേഷൻസ് ഒക്കെ നമ്മളെ വിട്ടുപോകും. പതുക്കെ ആ ഒരു സിവിയറിറ്റി ഓഫ് സിംറ്റംസ് കുറഞ്ഞു വരും. അങ്ങനെയാണെങ്കിൽ അത് പോസ്റ്റ്പാർട്ടം ബ്ലൂസ് ആണ്. ഇനി
പോസ്റ്റ്പാർട്ടം ഡിപ്രഷനെ കുറിച്ച് സംസാരിക്കാം. അതൊരു പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് നമ്മൾക്ക് വെറുതെ പറയാൻ പറ്റില്ല. ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഡോക്ടർ അതിനെ ഒരു പോസ്റ്റ്പാർട്ടം ഡിപ്രഷനായി ഡയഗ്നോസിസ് ഉണ്ടായാൽ മാത്രമേ നമുക്കതൊരു പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന ഒരു രീതിയിൽ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഈ പറഞ്ഞ എല്ലാ സിംറ്റംസും, ഇറിറ്റബിലിറ്റി, അതേപോലെ കുട്ടീനെ നോക്കാതിരിക്കുക, കുട്ടിയെ കെയർ ചെയ്യാതിരിക്കുക, സ്വന്തമായിട്ട് ഒരു വന്ന ബോഡി ഫിസിക്കൽ ചേഞ്ചസ്, മെൻ്റൽ ചേഞ്ചസ്, ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാതെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുക, ഈ കാര്യങ്ങൾ ഇങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞത് വളരെ ചുരുക്കത്തിലുള്ള ഒരു കുറച്ച് സിംറ്റംസ് ആണ്. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, സിംറ്റംസ് ഒരുപാടുണ്ട് വേറെ. പക്ഷേ ഈ സിംറ്റംസ് എല്ലാം ഭയങ്കര സിവിയർ ആയിട്ട് ഒരു വലിയ ലോങ് ഡ്യൂറേഷനിൽ ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ആകാം. അതായത് കുട്ടീനെ കെയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അമ്മ പോകുക, അമ്മയെ തന്നെ കെയർ ചെയ്യാൻ പറ്റാതെ അമ്മ പോകുക, അത് ഈ പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ സിംറ്റംസ് എല്ലാം കുട്ടിയുടെയും അമ്മയുടെയും ചുറ്റുമുള്ളവരുടെയും ഡെയിലി ലൈഫിനെ ബാധിക്കുന്ന രീതിയിലെത്തി അതൊരു ഫ്യൂ വീക്സ് അല്ലെങ്കിൽ ഫ്യൂ മന്ത്സിനുള്ളിൽ മാറാതെ ഒരു 6 മന്ത്സോളം സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് നീഡ്സ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ദാറ്റ് ഈസ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. ഉടനെ തന്നെ നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് പോസ്റ്റ്പാർട്ടം തെറാപ്പീസ്, അതിൽ മെഡിക്കേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്താൽ വളരെ വേഗം റിക്കവർ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പം ഐഡൻറ്റിഫിക്കേഷനാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, റൈറ്റ് ടൈമിലെ ഐഡൻറ്റിഫിക്കേഷൻ. അപ്പോൾ അതാണ് നമുക്ക് പെട്ടെന്ന് പോസ്റ്റ്പാർട്ടം ബ്ലൂസിനെ, പോസ്റ്റ്പാർട്ടം ഡിപ്രഷനെയും തിരിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി മൂന്നാമത്തെ കാര്യമാണ് പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പീരീഡാണ് അല്ലെങ്കിൽ ഒരു സ്റ്റേജാണിത്. അതായത് കുട്ടീനെയും അമ്മേനെയും ഹാം ചെയ്യാൻ അമ്മ നോക്കും, സ്വയമായിട്ട് ഹാം ചെയ്യാൻ അമ്മ നോക്കും. ആ ഒരു സ്റ്റേജിലേക്ക് പോവുകയാണ് ഈ ഒരു പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് എന്ന് പറയുന്നത്. അതായത് ഈ കുട്ടി ഉണ്ടായി ഒരു ഫ്യൂ വീക്സ് അല്ലെ ഫ്യൂ ഡേയ്സിനുള്ളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും സിംറ്റംസ്. ഇതിങ്ങനെ നാൾ തോറും സിവിയർ ആയിക്കൊണ്ടിരിക്കുക. അതായത് ഒരു തരത്തിലും അമ്മ കുട്ടിയുമായി കോപ്പറേറ്റ് ചെയ്യാതെ ദിവസം തോറും ഇതിങ്ങനെ കൂടിക്കൂടി വരികയാണ്. അമ്മയുടെ സ്വഭാവത്തിൽ ഭയങ്കരമായ ഡിഫറൻസ് നിങ്ങൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഭയങ്കര എക്സ്ട്രീംലി ഡിഫറെൻ്റ് ഒരാളായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ്, ഹസ്ബൻഡ് ആയിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, ആരായിക്കോട്ടെ, ആ അമ്മേനെ വളരെ വേഗം തന്നെ ഒരു ഡോക്ടറുടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുപോവുക, കൺസൾട്ട് ചെയ്യിപ്പിക്കുക. കാര്യം ഷീ മേ ബി ഇൻ ദ സ്റ്റേജ് ഓഫ് ഒരു സൈക്കോളജിക്കൽ ഒരു കൺസൾട്ടേഷൻ്റെ അല്ലെങ്കിൽ സൈക്യാട്രിക് കൺസൾട്ടേഷൻ്റെ ഒരു സ്റ്റേജിൽ ആണാൾ. അതാണ് പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് ആവാം. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആവാൻ ചാൻസ് കൂടുതലാണ്. അതായത് കുട്ടീനെ എപ്പോഴും ഹാം ചെയ്യാനായിരിക്കും അമ്മയുടെ മനസ്സിൽ കെയർ ചെയ്യുന്നതിന് പകരം. പിന്നെ അല്ല ചിലരുണ്ട് ഒരു എക്സ്റ്റെൻഡ് എപ്പോഴും ഈ സമയങ്ങളിലാണ് കൂടുതലായിട്ടും ഈ പോസ്റ്റ്പാർട്ടം സൂയിസൈഡ്സ് ഒക്കെ ഉണ്ടാകുന്നത്. ഒരു ലോകത്ത് മൊത്തം എടുക്കുകയാണെങ്കിൽ 10 to 20% ഇങ്ങനെയുള്ള പോസ്റ്റ്പാർട്ടം സൂയിസൈഡ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് എക്സ്റ്റെൻഡഡ് സൂയിസൈഡ്സ്, അതായത് അമ്മ മരിക്കും, അതിനൊപ്പം തന്നെ ആദ്യമേ ചെയ്യുന്ന കാര്യം കുട്ടിയെ കൊല്ലുക എന്നുള്ളതാണ്. അതായത് ഞാൻ ഇത്രയും സഫർ ചെയ്യുന്നു, ഞാൻ മരിക്കാൻ പോകുന്നു, എൻ്റെ കുഞ്ഞിനെ എന്നെ പോലെ സഫർ ചെയ്യണ്ട എന്ന രീതിയിൽ ആദ്യം നമുക്ക് കുട്ടീനെ രക്ഷപ്പെടുത്താം, പിന്നെ ഞാനും രക്ഷപ്പെടും എന്ന രീതിയിലെ ചിന്തകളിലേക്ക് വരെ അമ്മമാർ പോകാം. ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ സൈക്കോസിസ് എന്ന് പറയുന്നത്, പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്. അത് വളരെ പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു സ്റ്റേജാണ്. ആൻഡ് ഡെഫിനറ്റ്ലി ഹോസ്പിറ്റലൈസേഷൻ മേ ബി ആവശ്യമായി വരും. പക്ഷേ കറക്റ്റ് ടൈമിൽ ഡയഗ്നോസിസ് ഉണ്ടായി അല്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ നമുക്ക് ഫാമിലി മെമ്പേഴ്സ് അലേർട്ടായി അമ്മേനെ അവിടെ എത്തിക്കുകയാണ്, നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് കൊടുത്താൽ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ അമ്മയെ പൂർണ്ണമായിട്ടുള്ള നേരത്തെ ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക്, ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ലൈഫിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. അപ്പം ഞാനീ പറയുന്നത് നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ സഹോദരി ആയിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ ചുറ്റുമുള്ള ആളിൽ ഇപ്പോൾ പ്രസവാനന്തരം നിങ്ങൾ ഇങ്ങനത്തെ ചേഞ്ചസ് കാണുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ അവരെ സമാധാനിപ്പിച്ച് നമ്മളൊരു ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകുക. എങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അവരെ റിവൈവ് ചെയ്തെടുക്കാൻ പറ്റും, ഒരു സാധാരണ ജീവിതത്തിലേക്ക് അവർക്ക് പോകാൻ പറ്റും. അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ ഇതെപ്പോഴെങ്കിലുമൊക്കെ ഓർമ്മ വന്ന് ആരെങ്കിലും ജീവിതത്തിൽ ഒരു നല്ല കാര്യം ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റട്ടെ എന്ന വിചാരത്തോടെയാണ് ചെറിയ ഇൻഫർമേഷൻസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത്.
ഈ ഒരു വീഡിയോയുടെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ നമുക്ക് പറ്റിയിട്ടില്ല. പക്ഷേ ഓരോ സ്റ്റേജസിനെ പറ്റിയും ഓരോ അവസ്ഥകളെ പറ്റിയും അമ്മ കടന്നു പോകുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ വരുന്ന വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. എങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ തെറാപ്പീസ് ഏതൊക്കെ സമയത്താണ് നമ്മൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ചിന്തകളിലൂടെയാണ് അമ്മ കടന്നു പോകുന്നതെന്ന് പലപ്പോഴും ചുറ്റുമുള്ള ആൾക്കാർക്ക് അറിയണമെന്നില്ല. അപ്പോൾ അതെ, പെട്ടെന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എല്ലാം, അതിൻ്റെ സയൻറ്റിഫിക് ഒരു എക്സ്പ്ലനേഷൻസ്, ഇതൊക്കെ നമ്മൾ പല പല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും ഞാൻ വരുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ഔട്ട്ലൈൻ തന്ന്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ചിട്ടുള്ള ഔട്ട്ലൈൻ തന്ന് ഞാൻ വീഡിയോ നിർത്തുകയാണ്. ഇനിയുള്ള വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ലിസ്ണിംഗ്. ബൈ.